രാജീവ് ചന്ദ്രശേഖരന്റെ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വലിയ ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു രാജീവ് ചന്ദ്രശേഖർ എന്നതായിരുന്നു ആക്ഷേപം. 200 കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചു. അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ 200 കോടിയുടെ ആസ്തിയുണ്ട്, 49,000 സ്ക്വയർ ഫീറ്റിന്റെ വസതിയുണ്ട്, 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട്, ഇതിന് 200 കോടി രൂപയിൽ കൂടുതൽ മൂല്യമുണ്ട് എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പത്രിക ഇപ്പോൾ മാറ്റിവെക്കുന്നത്. വി അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രാഥമികമായി ഈ സത്യവാങ്മൂലത്തിൽ പിഴവുണ്ട് എന്നാണോ? അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല അഭിലാഷ്. രാജീവ് ചന്ദ്രശേഖരൻ നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രികയിൽ പിഴവുണ്ടെന്ന് കോൺഗ്രസിന്റെ ആരോപണമാണ്. സത്യവാങ്മൂലത്തിൽ 200 കോടി രൂപയുടെ സ്വത്ത് വിവരം രാജീവ് മറച്ചുവെച്ചു എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശബരിനാഥന്റെ ആരോപണം. ഇന്ന് ഈ സൂക്ഷ്മ പരിശോധന തൊഴിൽ ഭവനിൽ ആരംഭിച്ചപ്പോഴും ശബരിനാഥ് പരാതിയും ഉന്നയിച്ചു. തുടർന്നാണ് രാജീവിന്റെ നാമനിർദ്ദേശ പത്രിക പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ പരിശോധന നടക്കട്ടെ, അതിനുശേഷം ഇത് എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്തിൽ 1.7 ഏക്കറുള്ള കെട്ടിടവും ബംഗളൂരുവിന്റെ വിലയേറിയ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭൂമി വില മാത്രം 200 കോടി രൂപ വരും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് മത്സരിച്ചിരുന്നു. അപ്പോൾ ഈ വസ്തുതയുടെ വിശദാംശങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇക്കാര്യം ഉൾപ്പെടുത്തിയില്ല. ഇതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ വിഷയമാണ് ഇന്നലെ തന്നെ കോൺഗ്രസ് പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. ഇന്ന് സ്ക്രൂട്ടണി സമയത്തും നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ സമയത്തും കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥി കൂടിയായ ശബരിനാഥും കോൺഗ്രസിന്റെ അഭിഭാഷകരുമൊക്കെ ഇക്കാര്യം ഉന്നയിച്ചു. തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തുടർ പരിശോധനകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ നിലവിൽ സത്യവാങ്മൂലം അതിൽ പിഴവുകളുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വിശദമായി പരിശോധിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ ഭൂമിക്ക് കൃത്യമായി കരമടച്ചിട്ടുണ്ട്. അത് ഈ മാർച്ച് മാസത്തിൽ തന്നെയാണ് കരമടച്ചിട്ടുള്ളത്. അവർ പറയുന്ന തീയതി 17-ാം തീയതിയാണ്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ തന്നെയാണ് ഈ ഭൂമിയെന്നും ഇത് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാജീവ് ചന്ദ്രശേഖരൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മറച്ചുവെക്കൽ എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസ് പരാതിയായി ഉയർത്തുന്നത്. നേരത്തെ നേമത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുതന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയുടെയും അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ സ്വത്ത് വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കണമെന്നുള്ളതാണ്. കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തണം, അറിയിക്കണമെന്നുള്ളതാണ്. ഇവിടെ അത് ഉണ്ടായില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ വസതിയുടെ കാര്യം കൂടി കോറമംഗലയിലുള്ള ഈ വസതിയുടെ കാര്യം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. 200 കോടിയുള്ള സ്ഥലത്തിന് മാത്രം വില വരുമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അന്ന് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം ആ വിവരങ്ങൾ സമർപ്പിച്ചിരുന്നു. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിൽ ഇത് ഉൾപ്പെടുത്തിയില്ല. അതാണ് സത്യവാങ്മൂലത്തിൽ പിഴവുണ്ട് എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരാൻ കാരണം ഈ ഭൂമിക്ക് നികുതി അടച്ചതിന്റെ തെളിവുകളുമൊക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ സത്യവാങ്മൂലത്തിൽ വിവരം മറച്ചുവെച്ചു എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാജീവിന്റെ പത്രിക തള്ളണമെന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഇതിന്റെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേമത്തെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പത്രിക പരിശോധിച്ച ശേഷമാകും രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികയിൽ വീണ്ടും പരിശോധന നടത്തുക. എന്ത് തന്നെയാണെങ്കിലും അരുൺ, ഈ പത്രിക മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രവുമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണല്ലോ നേമത്ത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത്. അതുമാത്രവുമല്ല ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. നമുക്കറിയാമല്ലോ, തൃശ്ശൂർ വാർത്താ സമ്മേളനം നടത്തുമ്പോഴായിരുന്നു താൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കുക മാത്രമല്ല മണ്ഡലം ഏത് എന്നുകൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നേമത്തെക്കുറിച്ച് പറഞ്ഞത്. നേമത്ത് നിലയുറപ്പിച്ചുകൊണ്ട് നേമത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ മണ്ഡലവും നേമം തന്നെയാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും
BJP-ക്ക് സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത കുറവ് എന്ന് നേരത്തെ ശബരിനാഥ് തന്നെ പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. തീർച്ചയായിട്ടും സ്വാഭാവികമായും അതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങൾ കൂടിയാണ്. പക്ഷേ അങ്ങനെ ഒരു തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ BJP-ക്ക് അത് വലിയ തിരിച്ചടിയായി മാറുമെന്നുറപ്പാണ്. കാരണം അവരുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. മാത്രവുമല്ല അവർ ഏറ്റവും അധികം വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം, ഒരു തവണ താമര വിരിഞ്ഞ മണ്ഡലം. അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അത് BJP-ക്ക് സമാനതകളില്ലാത്ത രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്നുറപ്പാണ്. പക്ഷേ അതിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഈ സൂക്ഷ്മപരിശോധനയും അതുപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം സമർപ്പിക്കലുമൊക്കെ സാങ്കേതികമായ കാരണങ്ങൾ കൂടിയാണ്. അതിലെന്താണ് ഈ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും തൽക്കാലത്തേക്ക് ആ നാമനിർദ്ദേശ പത്രിക ഒരു എതിർപ്പ് ഉന്നയിച്ച സാഹചര്യത്തിൽ, എതിർ സ്ഥാനാർത്ഥി ഒരു എതിർപ്പ് ഉന്നയിച്ച സാഹചര്യത്തിലാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ വീണ്ടും പരിശോധന നടക്കും. ഓരോ സ്ഥാനാർത്ഥികളുടെയായാണ് ഇപ്പോൾ പത്രികയിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രിക അതിനുശേഷം പരിശോധിക്കും. ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഒരുപക്ഷെ നടപടികളിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ അത് ഏത് തരത്തിലെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറൊക്കെ ആകാം. ഏതായാലും ഇപ്പോൾ ഈ തൽക്കാലത്തേക്കാണ് ഈ നാമനിർദ്ദേശ പത്രിക പരിശോധിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രതിനിധികളും BJP-യുടെ പ്രതിനിധികളും ഒക്കെ സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദവും കേട്ട ശേഷമാകും റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമെടുക്കുക. തീർച്ചയായും അവിടെ അരുൺ, ഒരു കാര്യം കൂടി നമുക്കറിയാം, BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് നേരെയാണ് വിമർശനം ഉയർന്നത്. ആ മണ്ഡലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഇതുവരെയും BJP-യുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? BJP-യുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. നേരത്തെ ഒരു 12:30 അദ്ദേഹത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ ആരോപണങ്ങൾ കളവെന്നാണ് നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്കെതിരെ നേരത്തെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ആരോപണം മാത്രമാണിതെന്നാണ് BJP-യുടെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഒക്കെ ഒരു വിശദീകരണം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം ചോദിക്കുന്നു. LDF-ഉം UDF-ഉം പരാജയ ഭീതിയിലാണ്. അവരുടെ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. നേരത്തെ ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാദം, ലോക്സഭയിൽ മത്സരിക്കുമ്പോഴും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ് ഇത്തരം ആരോപണങ്ങളെന്നും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത്. ആർക്കൊരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാമല്ലോ എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. 12:30 അദ്ദേഹത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാർത്താ സമ്മേളനവും അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഏതായാലും ആ സമയത്ത് കൂടുതൽ പ്രതികരണങ്ങൾ വരും. അപ്പോഴേക്കും ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിലും ഒരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത. യെസ്, എന്തായാലും നേമത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക ഇപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റ് പത്രികകൾ കൂടി പരിശോധിച്ച ശേഷം ഏറ്റവും അവസാനം ഈ പരാതി ഉയർന്ന ഒരു സാഹചര്യത്തിൽ അത് പരിശോധിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേമത്ത് വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരാതി ഗൗരവതരമായി തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ പരാതി ഉയർന്നു എന്നതുകൊണ്ട് അത് വസ്തുതാപരമാകണം എന്നില്ല. ഒപ്പം ഇത്തരം പിഴവുകൾ ഉണ്ടായാൽ അതിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതും കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.